ജോസഫ് വാഴക്കൻ ഇവിടെ ഒന്നാമതായി ശ്രീ രമേശ് പറഞ്ഞത് തന്ത്രം ആരെങ്കിലും പുരപ്പുറത്ത് നിന്ന് പറയുമോ, അതിനുശേഷം ആ തന്ത്രം ഇതാ ഇനിയും പ്രസക്തമാണ് എന്ന് വീണ്ടും അതിൽ തന്നെ തൂങ്ങി വാദഗതികൾ നിരത്തുവാൻ പരിശ്രമിക്കുമോ? ശ്രീ വാഴക്കൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്തരമൊരു പതനം? അല്ല, ഒരു തന്ത്രം എന്ന് പറയുമ്പോൾ പല രീതിയിലാകാമല്ലോ. ഒന്ന് പുറത്തേക്കൊരു വാർത്ത പുറത്തു വിട്ടുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു തന്ത്രമാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേവലാതി കാണാനുള്ള അവസരമുണ്ടായി. പിണറായി വിജയൻ ചങ്കത്തടിച്ച് നിലവിളിക്കുന്നത് കാണാനിടയുണ്ടായി. ഓരോ സഖാക്കന്മാർ, സൈബർ പോരാളികൾ രാഹുൽ ഗാന്ധിക്കെതിരെ ചീത്തവിളി തുടങ്ങുന്നത് കണ്ടു. ഇന്നലെ ഒരു സഖാവ് സ്വരാജ് പറയുന്നത് കേട്ടു, നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ രാഹുൽ ഗാന്ധി അത്രയും വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള യഥാർത്ഥ മുഖം ഞങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടി കിട്ടിയല്ലോ. ഇവിടെ ശ്രീ PM മനോജ് പറയുന്നത് കേട്ടു, കോൺഗ്രസ് പാർട്ടി UP യിൽ മത്സരിക്കേണ്ട, അങ്ങ് മാറി നിന്ന് പിന്തുണ കൊടുക്കണമായിരുന്നു. അവിടെ ഡൽഹിയിൽ മത്സരിക്കേണ്ട, അവിടെ മാറി നിന്ന് പിന്തുണ കൊടുക്കണം. കേരളത്തിൽ മത്സരിക്കേണ്ട, അവിടെ പിന്നെ നാളെ അധികാരത്തിൽ വരുമ്പോൾ പിന്തുണയ്ക്കാനുള്ള പാർട്ടിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടി. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങോട്ടും മത്സരിക്കണ്ടല്ലോ, ഞങ്ങളിങ്ങനെ പിന്തുണ കൊടുത്ത് ശക്തിപ്പെടുത്തി നിന്നാൽ മതിയല്ലോ. കോൺഗ്രസ്സിന് ആരും മത്സരിക്കണല്ലോ. ഞങ്ങൾക്ക് UPA ആണെങ്കിൽ ഞങ്ങളുടെ മുന്നണിയാണ്. ആ UPA സഖ്യകക്ഷികൾക്ക് വേണ്ടി ഞങ്ങൾ സീറ്റ് മാറിക്കൊടുക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് രാഷ്ട്രീയമുണ്ട്. ഞങ്ങളുമായി ഒരു സഖ്യമില്ലാതെ നാളെ പോസ്റ്റ് പോൾ അലയൻസ് നടക്കാൻ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന ചില പാർട്ടികളുമായി ഞങ്ങളെങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് സഖ്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്? UP യിൽ ഞങ്ങൾക്ക് 2 സീറ്റ്, ഞങ്ങൾ ജയിക്കുന്ന സീറ്റാണ്. ഇത് ഏത് കാലഘട്ടത്തിലും ജയിക്കുന്ന സീറ്റാണ്. അത് ആരുടെയും പിന്തുണയിലേലും ജയിക്കുന്ന സീറ്റാണ്. ആ 2 സീറ്റിൽ മാത്രം മത്സരിക്കാതെ ബാക്കി മുഴുവൻ സീറ്റിൽ നിന്നിട്ട് ഞങ്ങളെ അങ്ങ് പിന്തുണച്ചോളം പറഞ്ഞ് നടക്കുമോ? കേരളത്തിൽ ഞങ്ങൾക്ക് എന്ത് ബന്ധം മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട്? ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളുമായി സഖ്യമുള്ളത് 2 സീറ്റിലേ ഉള്ളൂ. അത് തമിഴ്നാട്ടിലാണ്. അവിടെ അതിൻ്റെ നേതാവ്, നമ്മുടെ DMKയുടെ നേതാവ് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന്. അത് ആ CPMൻ്റെ 2 സ്ഥാനാർത്ഥികളും അത് ശരിയാണെന്ന് ഒപ്പുവെച്ചിട്ടുമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാലും അവർ ഞങ്ങളുടെ കൂടെ നിൽക്കും. അത്രയേ ഉള്ളൂ. വേറെ ഏത് സ്റ്റേറ്റിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം? എന്ത് ബാധ്യത? കേരളത്തിൽ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ ഒരു കൊല്ലമായില്ലേ വെട്ടി അരിഞ്ഞു കൊന്നിട്ട് നിങ്ങളുമായിട്ട് എന്ത് കോംപ്രമൈസ്? നിങ്ങളെ ഇവിടെ ജയിപ്പിക്കണമെന്ന് ഞങ്ങളുടെ സന്ദേശം. ഓരോ സംസ്ഥാനങ്ങളും മോദി രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ഓരോ വിധത്തിലൂടെയാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇനി നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ തന്നെ ഞങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റണമെന്നില്ല എന്ന് ചിദംബരം പറഞ്ഞിട്ടുണ്ട്, തരൂര് പറഞ്ഞിട്ടുണ്ട്, കപിൽ സിബൽ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ പല ഘട്ടങ്ങളിൽ നിങ്ങൾക്കിങ്ങനെ പറയേണ്ടി വരുന്നത് ദേശീയ തലത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന 2 കക്ഷികൾക്കിടയിൽ ഒരു പോരാട്ടം നടത്തി നിശ്ചയിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രം എന്നതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ സവിശേഷതയെ അംഗീകരിക്കേണ്ടതുണ്ട്. ആ സവിശേഷതയ്ക്ക് ചാർത്തിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമല്ല രാഹുൽ ഗാന്ധിയുടേത് എന്നതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനം. സിദ്ദിഖിനെതിരെ ഇല്ല ആ വിമർശനം. അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിങ്ങൾ മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലങ്ങളിലും, നിങ്ങൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലങ്ങളിലും, നേരിട്ടല്ലാതെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലും CPMന് അത്തരമൊരു വിമർശനമില്ല. ഒരു കാര്യം, പ്രതിപക്ഷ ഐക്യനിരയിലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും വലിയ പാർട്ടി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പുറത്ത് അല്ലെങ്കിൽ നാളെ ഞങ്ങളോടൊപ്പം ഒരുപക്ഷെ ഇവിടെ ഒരു വിശ്വാസ വോട്ട് വരുമ്പോൾ 2 വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് സീറ്റ് ഉണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. പരമാവധി സീറ്റ് പിടിക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് ജോലി. അത് ഞങ്ങൾ ഇന്ത്യയിൽ വളരെ ഫലപ്രദമായി തന്നെ നടത്തുന്നുണ്ട്. UPA സഖ്യകക്ഷികളുമായി മത്സരിക്കുന്നത് അവർക്ക് സീറ്റ് കൊടുക്കും. മഹാരാഷ്ട്രയിൽ അങ്ങ് പറയുകയുണ്ടായി പുറത്തൊരു ചില കാര്യങ്ങൾ പറയലൊരു തന്ത്രമാണ്, അത് തന്നെ ആകണമെന്നില്ല ലോകത്ത് നടപ്പാക്കാൻ പോകുന്നത്. ശരി, അത് സമ്മതിക്കുന്നു. പക്ഷെ ഒരു പാർട്ടി അവരുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള സമീപനമെടുക്കരുത്, ഏത് തന്ത്രത്തിൻ്റെ പേര് പറഞ്ഞായാലും. നിങ്ങൾ തന്നെ പറയുകയാണ് ദേശീയ അധ്യക്ഷ പദവിയിലിരുന്ന ഇന്ദിരാഗാന്ധി 2 സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്, ഈ മേടക്കിലും മറ്റൊരിടത്തും. അതിനുശേഷം മേടക്ക് നിലനിർത്തി, മറ്റേ സീറ്റ് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ ദേശീയ അധ്യക്ഷ എന്ന നിലയിൽ അങ്ങനെ 2 സ്ഥലത്ത് മത്സരിച്ചു.
നിങ്ങളുടെ തന്നെ ചരിത്രം പറയുകയാണ്, നിങ്ങളുടെ സ്ട്രാറ്റജി അല്ല പറഞ്ഞത്. സോണിയാഗാന്ധി ഇതേപോലെ തന്നെ ദേശീയ അധ്യക്ഷയായതിനു ശേഷം ആദ്യമായി അഭിമുഖീകരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത്, പക്ഷേ ഈ തെക്കേ ഇന്ത്യയിൽ മത്സരിച്ചെങ്കിലും ആ സീറ്റ് വേണ്ട എന്ന് വെക്കുന്നു. ഇപ്പോൾ ദേശീയ അധ്യക്ഷനായതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തെക്കേ ഇന്ത്യയിലും ഒരു സീറ്റ്, വടക്കേ ഇന്ത്യയിലും മത്സരിക്കുന്നു. ഇങ്ങനെ പറയുന്ന അതേ നാവ് കൊണ്ട് മോദിയെ നേരിടാനുള്ള തന്ത്രമാണെന്ന് ഇവിടെ പറയരുത്. ഇതിലേതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമെന്നേ ഇതേ ഉള്ളൂ ആവശ്യം. അത് തന്ത്രമാണെന്ന് പറഞ്ഞുകൂടാ. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം, അല്ലല്ല ഒരു സെക്കൻഡ്, ചരിത്രം എന്ന നിലയിൽ നിങ്ങൾ അവതരിപ്പിച്ച ഒരു വിഷയം തന്ത്രപൂർവ്വം ഇപ്പോൾ മോദിക്കെതിരായ തന്ത്രം എന്നും കൂടി വ്യാഖ്യാനിച്ചാൽ 2 വെള്ളത്തിൽ കാല് ചവിട്ടുന്നതിന് തുല്യമാണത്. അതെങ്ങനെയാ 2 വെള്ളത്തിൽ കാല് കെട്ടുന്നത്? മോദിക്കെതിരായി ഈ രാജ്യത്തെ പ്രതിപക്ഷ ഐക്യനിരയെ നയിക്കുന്നത് ഞങ്ങളാണ്. പക്ഷേ അത് നയിക്കുമ്പോഴും ഞങ്ങൾക്ക് പരമാവധി സീറ്റുകൾ കിട്ടേണ്ടത് ഇവിടെ ഏറ്റവും വലിയ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് പരമാവധി സീറ്റുകൾ ഏതു സഖ്യത്തിനിടയിലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ജനാധിപത്യം വിട്ടില്ലേ, ഇപ്പോൾ വെറും കമ്മ്യൂണിസ്റ്റ് മുന്നണിയായില്ലേ? എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് അവരുടെ രാജ്യത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കക്ഷി എന്നുള്ള നിലനിൽപ്പിന് വോട്ടുകളുടെ ശതമാനം ഒരു പ്രധാന വിഷയമായതുകൊണ്ടാണ് ആ ജനാധിപത്യ കക്ഷികളെ 5, 10, 12 പാർട്ടികളെ കൈക്കലയില്ലാതെ വാങ്ങിവെച്ചത്. എന്നിട്ട് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലേ മത്സരിക്കുന്നുള്ളൂ. എന്ത് കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ ഇടത് ജനാധിപത്യ മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് മുന്നണി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി അല്ലേ, ബാക്കിയുള്ളവരെ തള്ളിക്കളഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടണോ വോട്ട് കിട്ടണോ എന്നുള്ള താല്പര്യമല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിനും. ഞങ്ങൾക്ക് പരമാവധി സീറ്റ് കിട്ടണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിക്ക് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റ് പോൾ അലയൻസ് ഉണ്ടായാൽ ഭാഗ്യമെന്നുള്ളതല്ലാതെ എനിക്ക് തർക്കമില്ല. അങ്ങ് പറയുകയുണ്ടായി സ്വന്തം നിലയിൽ വലിയ കക്ഷിയാവേണ്ടതുണ്ട്. ശരി, ഈ പറയുന്ന ഞാൻ പറയുന്നത് കേൾക്കാം. ഒന്നാം UPA സമയത്ത് പകുതി 2 കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. അതിൽ എനിക്കും തർക്കമില്ല. നിങ്ങൾക്ക് വലിയ കക്ഷിയാകണം, അതിന് പരമാവധി സീറ്റ് സമാഹരിക്കണം. നിങ്ങൾക്കൊരു ബാധ്യതയും ഇല്ലാത്ത CPM-ന് വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമെന്ത്? ഇത് രണ്ടുമായിരുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ദേശീയ അധ്യക്ഷ പദവിയിൽ വന്നപ്പോൾ 2 ദിക്കുകളിലായി അഖണ്ഡ ഇന്ത്യ എന്ന ഒരു പ്രതീകം അത് മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നിന്ന് മത്സരിച്ചു എന്ന മുൻചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്ന അതേ നാവ് കൊണ്ട് മോദി ഇങ്ങോട്ട് വരാനിടയുണ്ട്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സീറ്റ് മുൻകൂർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നും കൂടി പറയരുത്. അതിലൊരു പൊരുത്തക്കേടുണ്ട് എന്നാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിനകത്തും കൃത്യമായ വ്യക്തതയുണ്ട്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി BJPയും കോൺഗ്രസുമാണ് പരസ്പരം അങ്ങോട്ട് കൊണ്ടും കൊടുത്തും നിൽക്കുന്നത്. അപ്പോൾ BJPയുടെ ചില സ്ട്രാറ്റജികളെക്കുറിച്ച് ഞങ്ങളും ശ്രദ്ധയോടെ നോക്കി നിൽക്കും. അപ്പോൾ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ വരുന്നുവെങ്കിൽ ഞങ്ങളുടെ അധ്യക്ഷനെയും സൗത്ത് ഇന്ത്യയിൽ ഒരുപക്ഷെ മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും. അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പം മോദി വാരാണസിയിൽ മാത്രമേ ഉള്ളുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അവിടെ അമേഠിയിൽ മാത്രമേ കാണുകയുള്ളൂ. ഇതൊക്കെ പരസ്പരം വളരെ സ്ട്രാറ്റജിക്കലായി ആലോചിച്ച് ശരി ഞാൻ ഇടപെടുകയാണ്. ഞാൻ മറ്റു കൂടെ പോയതിനു ശേഷം അങ്ങേലേക്ക് വരാം.